ഹലോ ബോയ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ്. ഗെയിമിംഗ് വീഡിയോ എന്ന് പറയുന്നത് റേസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. റേസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും, പക്ഷെ പ്ലേ സ്റ്റോറിലത്തെ ഗെയിമല്ല ഇത്. പ്ലേ സ്റ്റോറിലുള്ള റേസ് ഡേ എന്ന് പറയുന്ന ഗെയിം വേറെ, ഞാൻ തരുന്ന റേസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം വേറെ. രണ്ടും വേറെ വേറെ ആണ്, രണ്ടിനും അടുപ്പിക്കണ്ട, രണ്ടും മാറ്റി നിർത്താം. അപ്പം ഈ രണ്ട് ഗെയിമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരുന്ന ഗെയിം എന്ന് പറയുമ്പോൾ റേസ് ഡേന്റെ ഗെയിം എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇത് വേറെ ആൾ കണ്ടുപിടിച്ച ഗെയിമാണ്, ഞാൻ കണ്ടുപിടിച്ചെന്നല്ല. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലെയർ ഗെയിമാണ്. അതായത് എക്സാമ്പിൾ ഒരു ഹിൽ ക്ലൈംബ് പോലെ ഇങ്ങനെ 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 കയറി കയറി മല കയറി പോകുന്ന ഒരു കുന്നും ഇതെല്ലാം കയറി പോകുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് ഗെയിം. പക്ഷേ ഹിൽ ക്ലൈംബ് പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കാറും കാര്യങ്ങളെല്ലാം കിട്ടും, അത് വേറെ കാര്യം. അപ്പം മോഡ് കാര്യങ്ങളൊന്നുമല്ല, നോർമൽ ഗെയിമാണ്. അതായത് പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ഗെയിം ആയതുകൊണ്ട് ഞാൻ നോർമൽ തന്നെ ഇട്ട് തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈനിൽ ഇപ്പം കളിക്കാൻ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളൊന്ന് ഇങ്ങനെ നെറ്റ് കണക്ട് ആക്കി കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ വരും. നമ്മളൊന്നും ഞെക്കണ്ട, ആൾക്കാരിങ്ങനെ വരും. നാലാളുണ്ടാവും മത്സരത്തിൽ, നാലാളെ മത്സരിച്ച് തോപ്പിക്കുക. അപ്പം അതിൽ ഏറ്റവും ഫാസ്റ്റിലെത്തിയ ആള് ടോപ്പ് വേൾഡ് റാങ്കിൽ കാണിക്കും. അവർ ഇത്ര ഫാസ്റ്റിലാണ് നിങ്ങളെക്കാട്ടി മുമ്പേ ആളെത്തിന് എന്നെല്ലാം പറഞ്ഞെല്ലാം കാണിക്കും. അതെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മ ഇതിൽ ജയിക്കണം തോക്കണം അങ്ങനത്തെ ഗെയിമാണ്. അല്ല ഗെയിമെല്ലാം അങ്ങനെയല്ല, ജയിക്കുന്നത് നോക്കലാണ്. അപ്പം വേറൊരു സംഭവം, കാറെല്ലാം നിങ്ങൾ കളിച്ചിട്ട് എടുക്കണം, കഷ്ടപ്പെട്ട് കളിക്കണം, എന്നിട്ട് ഗെയിമിൽ കളിച്ചിട്ട് കാറെല്ലാം എടുക്കണം, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെറ്റില്ല, ഓൺലൈനിൽ കളിക്കുന്നില്ല, എനിക്കൊരു ഓഫ്ലൈൻ ഗെയിമാണ് വേണ്ടതെന്നില്ലെങ്കിൽ ഇതിൽ ഓഫ്ലൈൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ ഓഫ്ലൈനിൽ നമുക്ക് ഫ്രണ്ട്സിനെ ആരും കിട്ടൂല. കാരണം ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ വേറെ തന്നെ ഒരു സംഭവമാണല്ലോ. ഓൺലൈനിൽ കിട്ടുന്നവരെ ഡമ്മി പ്ലെയേഴ്സിനൊന്നും ഓഫ്ലൈനിൽ കിട്ടില്ല. ഓഫ്ലൈനിൽ നമുക്ക് കളിച്ച് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തിട്ട് ഒറിജിനൽ ഗെയിമിലേക്ക് ഓൺലൈനായിട്ട് കളിക്കാം. അങ്ങനെ ഇങ്ങനെ കളിച്ച് പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈ പെണ്ണിൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ടാവും ഒരു ഗെയിം, അതാണ് ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ വരും. എനിക്ക് പ്രൊഫൈൽ പിക്ചർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ ഞാൻ ഗെയിമിൻ്റെ സൗണ്ട് കുറച്ചു. കാരണം ഞാൻ ഈ സൗണ്ടിലേക്ക് കൂട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിമത്തെ സൗണ്ടൊന്നും കേൾക്കാണ്ടാവും. അല്ലെങ്കിൽ ഗെയിമത്തെ സൗണ്ട് ഞാൻ കുറക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇതേ കണക്ക് നാലാൾ മത്സരത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വരും. അവരെല്ലാം കുറച്ച് ലെവലായ ആൾക്കാരാണ് കണ്ട. വണ്ടിക്ക് കളറ് കാര്യങ്ങളെല്ലാം ടയറെല്ലാം വേറെ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ടാവും ഗെയിം. നമുക്ക് ഗെയിം പ്ലേ നോക്കാം. പകുതിക്ക് ആ ചങ്ങായിനെ കാണാണ്ടായിട്ട് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി അവിടെ നിന്ന് കയറാത്തപ്പം ക്രെയിൻ ഞെക്കിയതാണ്. അതായത് റൈറ്റ് സൈഡിൽ മേലെ ഒരു ക്രെയിൻ്റെ ചിത്രം കാണും. അത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ബാക്കോട്ട് എത്തും. അതായത് ക്രെയിൻ നമ്മളെ പിടിച്ചിട്ട് നേരെയാക്കിയിട്ട് വെക്കുന്നത്. ഒരുത്തനെടുത്തെത്താനായി. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളെ ഗെയിം തുടങ്ങുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കോട്ട് പോയിട്ടാണ് തുടങ്ങുന്നത് ഗെയിം. ശരിക്കും അങ്ങനെയല്ല, ശരിക്കും മുമ്പോട്ടുണ്ടാവും. ഓരോരോ വഴിയും ഓരോരോ സ്ഥലങ്ങളല്ലേ, അപ്പം അതിനനുസരിച്ച് ഉണ്ടാവും. ഇതിപ്പോൾ കണ്ട വണ്ടിയെല്ലാം തലകുത്തനെയായി വീണിട്ടില്ല. ഇത് രണ്ട് വണ്ടി ഒന്നിച്ച് വരുന്നു. മത്സരം, രണ്ട് പോലീസുകാർ. ഇതെന്നാ വരുന്ന വണ്ടിയെല്ലാം തലകുത്തനെ പോകുന്നു. അങ്ങനെ മത്സരം കഴിഞ്ഞു. ഏറ്റവും സ്പീഡിൽ പോയവനെല്ലാം കാണിക്കും. അതായത് ടോപ്പ് വേൾഡിൽ, ഈ ഗെയിമിൽ വേൾഡിൽ ഏറ്റവും സ്പീഡിൽ കളിച്ച ആളെ പേരും കാണിക്കും. ഞാനിപ്പോൾ നെറ്റെല്ലാം നെറ്റ് ഓഫാക്കിയിട്ട് നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഓഫ്ലൈൻ പ്രാക്ടീസ് അത് ഞെക്കാം. എന്നിട്ട് അതിലേക്ക് കയറി കളിക്കാം. നമുക്ക് ഏത് സ്ഥലമാണ് വേണ്ടതെന്ന് ചോദിക്കും, അത് സെലക്ട് ചെയ്യാം. നമുക്കപ്പം ഓഫ്ലൈനിൽ കളിക്കുന്ന ഒരു ഗെയിമും കൂടി നോക്കാം. ഇവിടുന്ന് നേരെ പ്ലേ കൊടുക്കാം. ഇങ്ങനെ നൈട്രോ എല്ലാം കിട്ടും. നൈട്രോ കിട്ടുന്ന സമയം എന്ന് പറയുമ്പോൾ കിട്ടിയ പാടിങ്ങനെ യൂസ് ചെയ്യല്ല. അതായത് ചില കയറ്റങ്ങൾ വലിയാണ്ട് വരും വണ്ടി.
ആ ടൈമിലെല്ലാം യൂസ് ചെയ്യണം. അപ്പോൾ അത് കുറച്ചും കൂടി ഉപകാരപ്പെടും. ഈ വണ്ടി ഇപ്പം മറിഞ്ഞ് വീണിട്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ റൈറ്റ് സൈഡിൽ മേലില്ല ക്രെയിനിൻ്റെ സ്വിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ബാക്കോട്ട് അവർ കറക്റ്റ് ആക്കിയിട്ട് ആ സമയത്ത് തന്നെ നമ്മളെ മാറ്റി തരും. പിന്നെ വണ്ടി മറിഞ്ഞ് വീണത് നേരെ ആവുന്നില്ലെങ്കിൽ പിന്നെ അത് കളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ആണ് അവിടെ. അങ്ങനെ നമ്മൾ ആ ഗെയിം പ്ലേയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിൽ ഫ്രണ്ട്സിനെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതിലിപ്പോൾ നമുക്ക് കാറും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഓരോരോ വണ്ടി, ടയറ് കാര്യങ്ങളെല്ലാം മാറ്റേണ്ടതെല്ലാം കാണിക്കും. ഇതിൽ പൈസ കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ ഫ്രീ ലെവലെല്ലാം എടുത്തിന്, മോഡെല്ലാം എടുത്തിന് പെയ്ഡ് തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഓരോരോ ലെവലപ്പ് ആകുമ്പം ഏതൊക്കെ വണ്ടി ടയർ അതെല്ലാം കിട്ടുന്നത് നമുക്ക് നോക്കാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ ഓരോരോ മാപ്പിൽ ഏറ്റവും ടോപ്പിൽ ആരാണ് കളിച്ചത്, ഏറ്റവും സ്കോർ കൂടുതലായിരിക്കുക എന്നുള്ളത് ഓരോരോ മാപ്പ് ഞെക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ ഓരോരോ ഇത് ഞെക്കുമ്പോൾ കണ്ട എൻ്റെ പേര് ഞാൻ നമ്പർ 1 അങ്ങനെയല്ല. ഇപ്പോൾ ഇതിൽ കുറേ ആളെ കാണിച്ചു തരും. ഞാനിപ്പോൾ നെറ്റ് ഓഫ് ആക്കിയിട്ടില്ല, അതാ സംഭവം ഒന്നും കാണിക്കാത്തത്. നേരത്തെ ലോഡായത് മാത്രം കാണിച്ചു തന്നി. അപ്പം ഇതിലെന്ന് പറയുമ്പം ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. ഇത് ലെവൽ 2 എത്തുമ്പോൾ അങ്ങനത്തെ ടയർ കിട്ടും, ലെവൽ 3 എത്തുമ്പോൾ ഈ വണ്ടി കിട്ടും, ലെവൽ 4 അങ്ങനെ ഓരോ ലെവൽ കഴിയുമ്പോൾ കണ്ടാൽ നമുക്ക് ഓരോ വണ്ടി ടയറ് കാര്യങ്ങൾ കളറ് ഇങ്ങനെ ഓരോന്ന് കിട്ടാൻ തുടങ്ങും. അങ്ങനെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ലെവൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് 35 ഉണ്ട വണ്ടി, ഏറ്റവും ലാസ്റ്റ് വണ്ടി അവർ പറയുന്നത് അത് കിട്ടും. അങ്ങനെ ഇതിൽ ഇൻവൈറ്റ് ഫ്രണ്ട് ഉണ്ട് കണ്ട, ഇൻവൈറ്റ് ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക ഫ്രണ്ട്സിനെ. ഇവിടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിനെ ഒന്നിച്ച് നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാം. നിങ്ങൾ കുറേ ആൾ മുമ്പേ എന്നോട് ഇതിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം നമുക്കിവിടെ ID കൊടുത്തിട്ട് ആഡ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് എന്താ എനിക്ക് മൾട്ടിപ്ലെയർ ഗെയിം വേണം, ഫ്രണ്ട്സിനെ ഒന്നിച്ച് കളിക്കാൻ, എൻ്റെ റേസിങ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെവരെല്ലാം ഇത് ഉപയോഗിക്കാം. ഒറ്റ കളിക്കുന്നവർക്ക് ഒറ്റ കളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.